ഓം ശ്രീമാത്രേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. നമ്മള് സൗന്ദര്യലഹരി 2 ശ്ലോകങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് 3-ാമത്തെ ശ്ലോകം. വളരെ വിശേഷമായിരിക്കുന്ന ഒരു ശ്ലോകമാണ് 3-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. കാരണം അത് മനുഷ്യർക്ക് തന്നെ, അതായത് മനുഷ്യരുടെ എന്താ പറയാ, അവരുടെ ക്വാളിറ്റീസ്, അവർ ഏത് തലങ്ങളിലാണ് പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് അമ്മ അവർക്ക് ആ ഒരു പൂർണ്ണമായിരിക്കുന്ന മോക്ഷത്തിലേക്ക് അവരെ എത്തിക്കുന്നതെന്നും പറയുന്നതും അനേക എന്താ പറയാ ബീജങ്ങൾ അടങ്ങിയിട്ടുള്ള വളരെ വിശേഷപ്പെട്ട ശ്ലോകങ്ങളിൽ 4 ശ്ലോകങ്ങള് സൗന്ദര്യലഹരിയിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് ശിവശക്തിയായിട്ട്, ഒന്നാമത്തെ ശ്ലോകം, 2 ഈ 3-ാമത്തെ ശ്ലോകം, അതായത് അവിദ്യാനാം അന്തസ്തിമിര മിഹിര ദ്വീപ നഗരി എന്ന് പറയുന്നത്. 3-ാമത്തത് ആ ഒരു സുധാ സിന്ധൂർ മധ്യ, ദേവി എവിടെയാണ് ഇരിക്കുന്നത്. 4-ാമത്തത് പൂർണ്ണമായിരിക്കുന്ന ദേവിയും താനും ഒന്നാണ് എന്ന് പറയുന്ന ആ ഒരു ജപോ ജൽപ ശില്പം എന്ന് പറയുന്ന ശ്ലോകം. ഈ 4 സൗന്ദര്യലഹരിയിലെ ചില ആചാര്യന്മാര് വളരെ എന്താ പറയാ പ്രസിദ്ധമായിട്ട് പറയാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ 3-ാമത്തെ ശ്ലോകം പറഞ്ഞു തരുന്നത്. അവിദ്യാനാം അന്തസ്തിമിര മിഹിര ദ്വീപ നഗരി ജഡാനാം ചൈതന്യ സ്തപക മകരന്ദ ശ്രുതിഞ്ചരി ദരിദ്രാണാം ചിന്താമണി ഗുണനിക ജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്ര മുരരിപു വരാഹസ്യ ഭവതി. അല്ലയോ അമ്മേ, അവിടുത്തെ ഭാതധൂളി അവിദ്യാനാം എന്ന് പറഞ്ഞാൽ അജ്ഞന്മാർക്ക്, അന്തസ്തിമിര മിഹിര ദ്വീപ നഗരി. എന്താണത്? അന്തസ്തിമിരത്തിന്, അതായത് ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന ഇരുട്ടിന്, മിഹിര ദ്വീപ നഗരി സൂര്യന്റെ ഉദയസ്ഥാനമാകുന്ന നഗരിയാകുന്നു. ജഡാനാം എന്ന് പറഞ്ഞാൽ ജളന്മാർക്ക്, ചൈതന്യ സ്തപക മകരന്ദ ശ്രുതീഞ്ചരി ചൈതന്യമാകുന്ന പൂങ്കുലയിൽ നിന്ന് പ്രവഹിക്കുന്ന തേൻ ഒഴുക്കാണ്. ദരിദ്രാണാം ദരിദ്രന്മാർക്കോ, ചിന്താമണി ഗുണനിക എല്ലാ അഭീഷ്ടങ്ങളെയും ദാനം ചെയ്യുന്ന ചിന്താമണികൾ കോർത്തുണ്ടാക്കിയ ഒരു മാലയാകുന്നു. ജന്മജലധൗ, അപ്പൊ ജന്മജലധിയിൽ, നിമഗ്നാനാം അതായത് മുഴുകിക്കിടക്കുന്നവർക്ക്, മുരരിപു വരാഹസ്യ വിഷ്ണുവിന്റെ അവതാരമായിരിക്കുന്ന ആദി വരാഹമൂർത്തിയുടെ ദംഷ്ട്രം എന്ന് പറഞ്ഞാൽ തേറ്റ ആയി ഭവതി ഭവിക്കുന്നു. ഭവതി എന്ന് പറഞ്ഞാൽ ഭവിക്കുന്നു. എന്താണിത്? അല്ലയോ അമ്മേ, നിൻ തിരുവടിയുടെ പാദധൂളി അജ്ഞന്മാരായ ആളുകളുടെ മനസ്സില് അജ്ഞാനമാകുന്ന ഇരുട്ടില് സൂര്യദീപ നഗരിയാകുന്നു. ജളന്മാർക്ക് ചൈതന്യമാകുന്ന പൂങ്കുലയിൽ നിന്ന് പ്രവഹിക്കുന്ന തേനിന്റെ കുത്തൊഴുക്കാകുന്നു. ദരിദ്രന്മാർക്കോ തങ്ങളുടെ എല്ലാ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്ന ചിന്താമണികൾ കോർത്തുണ്ടാക്കിയ മാലയാകുന്നു. ജന്മജലധിയിൽ മുഴുകിക്കിടക്കുന്നവർക്ക് ആദിവരാഹമൂർത്തിയുടെ തേറ്റയാകുന്നു. ഈ ശ്ലോകം മുൻ ശ്ലോകങ്ങളിൽ വിവരിച്ച ദേവിയുടെ പാദധൂളികളുടെ ആ ഒരു തനിയാംസും പാംസും അതിന്റെ ആ ഒരു കണത്തിന്റെ മഹാത്മ്യം തന്നെയാണ് തുടർന്ന് വിവരിക്കുന്നത്. ഈ പാദധൂളി അവിദ്യന്മാരുടെ ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന കൂരുരുട്ടിനെ നശിപ്പിക്കുന്ന മിഹിര ദ്വീപ നഗരിയാണ്. മനുഷ്യരുടെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം എന്താണ്? അജ്ഞാനമാണ്, അല്ലെ? താനും സഹജീവികളും ഭൂമിയും അതിൽ ഉൾക്കൊള്ളുന്ന ബ്രഹ്മാണ്ടവും ബ്രഹ്മാണ്ട കോടികളെ സൃഷ്ടിക്കാൻ ബിരിഞ്ചൻ ഉപയോഗിക്കുന്നത് ദേവിയുടെ പാദധൂളികളാണോ എന്ന് പറഞ്ഞു, അല്ലെ? തനീയസായിരിക്കുന്ന കണം. ആ പാദധൂളിക്ക് പ്രഭവസ്ഥാനമായിരിക്കുന്ന ജഗജ്ജനിനിയും ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ എന്താ പറയാ അഭേദ ചിന്ത വ്യക്തമായിട്ട് ജ്വലിപ്പിച്ച് മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ജ്ഞാനം എന്ന പദം കൊണ്ട് കുറിക്കുന്നത്. അപ്പൊ വ്യക്തത, ആ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്ന വാസനാശക്തികളുടെയും സാഹചര്യങ്ങളുടെയും ഈ പിണ്ടാണ്ടത്തിന്റെ പരിമിതികളും ആ ഒരു ജന്മാന്തര സമൃദ്ധമായിരിക്കുന്ന കർമ്മഫലങ്ങളും ആ ഒരു തീക്കട്ടയെ പൊതിയുന്ന ആ ഒരു ചാമ്പല് പോലെ, ദീപത്തെ ആവരണം ചെയ്യുന്ന ധൂമ പടലം പോലെയോ ആ ഒരു ജ്ഞാനത്തെ മറച്ചിരിക്കുന്നു. വ്യക്തിപരമായിട്ട് ഇഷ്ടാനിഷ്ടങ്ങളും അതിന് കാരണമായിരിക്കുന്ന അഹംബുദ്ധിയും ആ തജന്യമായിരിക്കുന്ന മമതയും അതിനോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കാമക്രോധ മത മാത്സര്യാദികളും വ്യക്തിയെ എന്താണ് പരമസത്യത്തിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അജ്ഞാനമാകുന്ന ഇരുട്ടിൽപ്പെട്ട് ഉഴലുന്ന വ്യക്തിക്ക് ദേവിയുടെ പാദധൂളി സൂര്യപ്രകാശമാണ് എന്ന് ആദ്യത്തെ വരി നമുക്ക് സൂചിപ്പിക്കുകയാണ്. അപ്പൊ സൂര്യന്റെ ആവാസ സ്ഥാനമായിട്ട് ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിലുള്ള മഹാനഗരി സൂര്യന്റെ പട്ടണമാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് അതിനെ എന്താ പറയുന്നത്? മിഹിര ദ്വീപ നഗരി. ആ പ്രയോഗം തന്നെ അതാണ്. അതായത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക്
അനുഭവപ്പെടുന്ന എല്ലാ പ്രകാശത്തിന്റെയും ഉത്ഭവസ്ഥാനം സൂര്യനാണ്, അല്ലെ? അപ്പൊ അഗ്നിയായിട്ടും നിലാവായിട്ടും പകൽ വെളിച്ചമായിട്ടും പല രൂപം കൈക്കൊള്ളുന്ന പ്രകാശ രൂപമായിരിക്കുന്ന ആ ചൈതന്യത്തിന് ഉറവിടം സൂര്യൻ തന്നെയാണ്. അപ്പൊ സൂര്യോദയത്തിൽ അന്ധകാരം ഇല്ലാതാകുന്ന പോലെ പരാശക്തിയായിരിക്കുന്ന ദേവിയുടെ പാദധൂളികളെ കുറിച്ചുള്ള സ്മരണ ആ ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിച്ച് അവിദ്യ, അതായത് അവിദ്യന്മാരെ ജ്ഞാനികളാക്കി തീർക്കുന്നു. ഇപ്പൊ ബുദ്ധിക്ക് മന്ദതയും പ്രവർത്തന ശക്തിയും ഇല്ലായ്മയുമാണ് ജഡന്റെ ലക്ഷണം, അല്ലെ? ഇപ്പൊ ശരീരത്തിന്റെ തളർച്ചയും ബുദ്ധിയുടെ മാന്യവും ചൈതന്യ രാഹിത്യവും കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ ജളന്മാരായിരിക്കുന്ന ആളുകൾക്ക് ചൈതന്യമാകുന്ന പൂങ്കുലയിൽ നിന്ന് പുറപ്പെടുന്ന ആ ഒരു മകരന്തം, അതായത് തേനിന്റെ പ്രവാഹത്തിന്റെ കുത്തൊഴുക്കാണ് ദേവിയുടെ പാദധൂളി എന്നർത്ഥം. അപ്പൊ ജഡനെ ജഡമല്ലാതാക്കാൻ ചൈതന്യ മകരന്തത്തിന്റെ ഒരു തുള്ളി മതിയാകും, അല്ലെ? അപ്പൊ ചൈതന്യ പൂങ്കുലയിൽ നിന്നുള്ള ആ ഒരു മകരന്ത പ്രവാഹം, അതിന്റെ അതായത് കുത്തൊഴുക്കില്, ആ കുത്തൊഴുക്കില് പിന്നെ എന്താണ് ജഡത, എന്താവും? ജഡത ഇല്ലാതായിട്ട് തീരും, അല്ലെ? അപ്പൊ ജഡത ഇല്ലായ്മയാണ് നമ്മൾ ദാരിദ്ര്യം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് വസ്തുവാണോ ഇല്ലാത്തത് നമ്മൾ പറയും അതിന്റെ ദാരിദ്ര്യം. അപ്പൊ ഭൗതിക സാഹചര്യങ്ങളില് ധനധാന്യങ്ങളുടെ ഇല്ലായ്മയാണ് നമ്മൾ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യൻ ഉണ്ടാകുന്ന ദുരിതങ്ങളിൽ ഏറ്റവും അസഹ്യമായിട്ടുള്ളത് എന്താണ്? ഭൗതികമായിരിക്കുന്ന ദാരിദ്ര്യം തന്നെയാണ്. അപ്പൊ ദാരിദ്ര്യത്തിന്റെ സന്തത സഹചാരികളാണ് എന്തൊക്കെ? രോഗം, മാനഹാനി മുതലായവയെല്ലാം. അപ്പൊ അങ്ങനെയുള്ള ദാരിദ്ര്യം ബാധിച്ച് കഷ്ടപ്പെടുന്നവർക്ക് ദേവിയുടെ പാദധൂളി ചിന്താമണി ഗുണനികയാണ്. അപ്പൊ ആഗ്രഹിക്കുന്നത് എന്തും കൊടുക്കാൻ ശക്തിയുള്ള ഒരു രക്തത്തെയാണ് നമ്മൾ ചിന്താമണി എന്ന് പറയുന്നത്. എത്ര കഠിനമായ ദാരിദ്ര്യം അനുഭവിക്കുന്നതിനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചിന്താമണിയേ വേണ്ടൂ. അപ്പൊ അനേകം ചിന്താമണികൾ കോർത്ത് മാലയായിട്ട് ദേവിയുടെ പാദധൂളി എന്ന് പറയുമ്പോൾ ദേവിയുടെ പാദധൂളിയുടെ ആ ഒരു വാഞ്ചിതാർത്ഥ പ്രധാന ശക്തി, നമുക്ക് ദേവിക്ക് ഒരു പേരുണ്ട്, വാഞ്ചിതാർത്ഥ പ്രദായിന്യേ നമ. ചോദിക്കുന്ന എന്തും തരുന്നതാണ് അമ്മ, കാരണം അമ്മയാണ്, അല്ലേ? അത് വ്യക്തമായിട്ട് കാണിക്കുന്നതാണ് ഈ ഒരു വരി. ജന്മജലധിയിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് ദേവിയുടെ പാദധൂളി മുരരിപു വരാഹത്തിന്റെ ദംഷ്ട്രം, അതായത് മുരരിപു വരാഹസ്യ ഭവതി എന്ന, മുരരിപു വരാഹത്തിന്റെ ദംഷ്ട്രമായിട്ട് ഭവിക്കുന്നു. വിഷ്ണുവിന്റെ വരാഹാവതാരാണ് ഇവിടെ പറയുന്നത്. കാരണം ആ കഥയാണ്. ഹിരണ്യാക്ഷൻ ഭൂമിയെ പ്രളയ സമുദ്രത്തിൽ ഒളിച്ചു വെച്ചിരുന്നതായും ആദി വരാഹമൂർത്തിയായിട്ട് വിഷ്ണു അവതരിച്ച് ആ അസുരനെ കൊന്ന് തന്റെ തേറ്റ് കൊണ്ട് ഭൂമിയെ ഉദ്ധരിച്ച് പൂർവ്വസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചെന്നും പുരാണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ പ്രളയ ജലധിയില് ഭൂമി എന്ന പോലെ പാപശക്തികളിൽപ്പെട്ട് സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പോയവർക്ക് ദേവിയുടെ തൃപ്പാദങ്ങൾ മാത്രമാണ് ആശ്രയം. മുരരിപു വരാഹത്തിന്റെ ദംഷ്ട്രം, അത് ഭൂമി എന്ന പോലെ ദേവിയുടെ പാദധൂളി മഹാത്മ്യം ഉപാസകനെ ഉദ്ധരിക്കും, ഉറപ്പാണ്. ഈ ശ്ലോകത്തിലെ ഭവതി എന്ന പദം ആ ഒരു ഭൂ എന്നുള്ള ധാതുവിൽ നിന്നുണ്ടായതാണ്. അത് നമുക്ക് ക്രിയാരൂപമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കാരണം ഭവതി എന്ന പദം എന്താ? നിൻ തിരുവടി, അതായത് ഈ അർത്ഥത്തിൽ ദേവിയെ കുറിക്കുന്നതായിട്ടാ പറയുന്നത്. അങ്ങനെ അന്വയിച്ച് പറയുമ്പോൾ ഇതിന്റെ വിഷയം എന്താണ്? ദേവിയുടെ പാദധൂളി തന്നെയാണ്. അത് മാത്രമല്ല ദേവി എന്ന ആ ഒരു ദേവി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഈ ശ്ലോകത്തിന്റെ ആദ്യത്തെ 3 വരികൾ യഥാക്രമം ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നിവയിലെ ആദ്യ അക്ഷരങ്ങളെ പോലെ ഫലം തരുന്നു എന്ന് പറയാറുണ്ട്. കാരണം ആ ഒരു 4-മത്തേത് കൈവല്യ പദത്തെ കൊടുക്കുന്നു എന്നും പറയുന്നു. കാരണം ഇത് അത്രയും ഉയർന്ന ഒരു ശ്ലോകമാണ്. കാരണം ആദ്യത്തെ 3 വരി 3 വേദങ്ങള്, 4-മത്തത് കൈവല്യ മുക്തിയെ കൊടുക്കുന്നു. അതുകൊണ്ട് ഈ ശ്ലോകം വാഗ്ഭവ ബീജത്തെയാണ് കാണിക്കുന്നതെന്ന് ആചാര്യന്മാര് പറയാറുണ്ട്. നമുക്കറിയാം വാഗ്ഭവ ബീജം എന്ന് പറയുന്നത് ആ ഒരു ജ്ഞാന ബീജമാണ്, അല്ലെ? ഈ ശ്ലോകം തുടർച്ചയായിട്ട് ഈ ഈ ശ്ലോകം ചൊല്ലി ദേവിയെ ആരാധിക്കുന്നത് ഉപാസകർക്ക് വിദ്യ, പ്രവർത്തന ശക്തി, സമ്പദ് സമൃദ്ധി, മോക്ഷം എല്ലാം കൊടുക്കുന്ന വിശ്വസിക്കുന്നവരാണ് ദേവി ഉപാസകര്. പല ഉപാസനകളിലും ഈ ശ്ലോകം മന്ത്രം എന്ന പോലെ ആരാധനയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. കാരണം വൈഷ്ണവി മന്ത്രത്തിന് നന്ദികേശ്വര മന്ത്രവും എല്ലാം തന്നെ ഇതില് അന്തർഹിതമാണ് എന്ന് ശരിക്കും പറഞ്ഞാല് ആചാര്യന്മാർ അഭിപ്രായപ്പെടാറുണ്ട്. അപ്പൊ ഏറ്റവും എന്താ പറയാ, ഒരുപാട് മന്ത്രങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഈ അവിദ്യാന മന്ദസ്തിമിര മിഹിര ദ്വീപ നഗരി. അപ്പൊ ശരിക്കും പറഞ്ഞാല് ജഡാനാം ചൈതന്യ സ്തപക മകരന്ത ശ്രുതീഞ്ചരി ദരിദ്രാണാം ചിന്താമണി ഗുണനിക ജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്ര മുരരിപു വരാഹസ്യ ഭവതി. ദേവിയുടെ ആ ഒരു കാൽത്താരിണകളെ വീണ്ടും വീണ്ടും വർണ്ണിക്കുകയാണ്. കാരണം ഇത് അവിദ്യ ഉള്ളവർക്ക് എന്താണ്? ആ ഒരു
വിദ്യാഹീനതയുള്ളവർക്ക്, അതായത് ഉള്ളില് തിമിരം ബാധിച്ചവർക്ക്, അജ്ഞാന അന്ധകാരം കൊണ്ട് നിറഞ്ഞ മനസ്സുള്ളവർക്ക് അതെല്ലാം നീക്കി എന്താണ് സൂര്യ തേജസ്സുള്ള ദീപം പോലെ ആ ദീപം പ്രകാശിക്കുന്ന ഒരു നഗരിയായിട്ട് തീരും. 1000 കോടി സൂര്യന്മാർ ഉദിച്ച പോലെയുള്ള ഒരു പ്രതീതി അവിടെ ഉണ്ടാകും. ഭഗവാന്റെ വിശ്വരൂപം കണ്ട പോലെ അല്ലെ. അവിദ്യയുള്ളവർക്ക് ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതാണ് ദേവിയുടെ പാദങ്ങൾ എന്നർത്ഥം. ഇപ്പൊ ജഡന്മാർക്കാണെങ്കിലോ ആ ഒരു നിഷ്ക്രിയന്മാർക്ക് ചൈതന്യ പ്രവാഹം കൊടുക്കുന്നതാണ് അമ്മയുടെ പാദങ്ങള്. ദരിദ്രന്മാർക്ക് ചിന്താമണി രത്നമാണത്, സമ്പത്തിനെ കൊടുക്കുന്നതാണെന്ന് അർത്ഥം. ഇനി ജന്മജലധവും നിമഗ്നാനാം ആളുകള് ജന്മജലധി, അതായത് ജന്മജലധി എന്ന് പറഞ്ഞാൽ ജനിക്കുക മരിക്കുക അതിൽ മുഴുകിക്കിടക്കുന്ന ആളുകൾക്ക് വരാഹ അവതാരത്തിലുള്ള ഭഗവാന്റെ ദംഷ്ട്രങ്ങൾ പോലെ ഉയർത്തുന്നത് പോലെ, അതായത് ഹിരണ്യാക്ഷനെ വധിച്ച് തന്റെ തേറ്റമേൽ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന ആ മഹാവരാഹമൂർത്തിയെ പോലെ ഇതുപോലെ ആ ഒരു ജന്മ കർമ്മഫലമാകുന്ന സമുദ്രത്തിൽ നിന്ന് ആ ഒരു പുനരഭി ജനനം പുനരഭി മരണം അല്ലെ, പുനരഭി ജനനി ജഠരേ ശയനം, ആ കർമ്മവും ജന്മവും ഇതിലിങ്ങനെ പൊരുത്തപ്പെട്ട് കടന്നവരെ, കാരണം പൂർവജന്മ കർമ്മങ്ങള് എല്ലാം തന്നെയാണ് അടുത്ത ജന്മത്തിന് കാരണമാകുന്നത്, അവരെ അതിൽ നിന്ന് കരകയറ്റാനുള്ള ഏക ഉപാധി ദേവിയുടെ പാദങ്ങളാണ്. ബാലാവിംശതിയിൽ പറയുന്നുണ്ട് ശക്തി കുണ്ടലിനി എന്നൊക്കെയുള്ള പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദേവിയെ അറിഞ്ഞാൽ, ആ ഒരു ജഗത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണം അമ്മയാണെന്ന് അറിഞ്ഞാൽ സാധകന് മാതാവിന്റെ ഗർഭത്തിൽ പിന്നെ പ്രവേശിക്കേണ്ടി വരില്ല. പുനർജന്മം ന വിന്ദതി, ജ്ഞാനം കൊണ്ട് മാത്രമേ കൈവല്യ പദം ഉണ്ടാവുള്ളൂ. കാരണം എന്താ, അമൃതത്വത്തിന്റെ പുത്രരാണ് നാം എല്ലാം എന്ന് നാം എല്ലാം അമൃതത്വത്തിന്റെ പുത്രരാണ്, പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്താ വേദം പറയുന്ന ആ ഒരു വേദാന്തം, ഒരു വേദാഹമേകം പുരുഷം മഹാന്തം ആദിത്യവർണം തമസപരസ്താത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആദിത്യവർണമാണ്, അന്ധകാരത്തിന് അപ്പുറമാണ്. ഈ പുരുഷനെ അറിഞ്ഞവര് മരണത്തെ അതിക്രമിക്കുന്നു, അതിന് വേറെ വഴിയില്ല. അപ്പൊ ജന്മ മരണ സംസാര ദുഃഖം ഇല്ലാതാക്കാൻ ദേവിയുടെ ആ ഒരു പാദാംബുജങ്ങളെ ഭജിക്കുകയല്ലാതെ വേറെ വഴിയില്ല. തമസോമ ജ്യോതിർഗമയ. ജഡന്മാർക്ക് എന്താണ് ചൈതന്യ സ്രോതസ് എന്നാൽ എന്താ, ആ ഒരു അസതോമാ സദ്ഗമയ. ജന്മജലധൗ എന്നത് മൃത്യോർമ അമൃതം ഗമയ. അപ്പോ ദരിദ്രാണാം ചിന്താമണി ഗുണനിക, അതായത് മോക്ഷദായകമാണ് അമ്മയുടെ പാദപത്മങ്ങള്. ഭോഗമോക്ഷങ്ങളെ കൊടുക്കുന്ന മുക്തിപ്രദായിനിയാണ് ദേവി. അപ്പോ ആ ഒരു ദേവിയുടെ പാദപത്മങ്ങളെ എത്ര വർണ്ണിച്ചിട്ടും അദ്ദേഹത്തിന് മതിയാകുന്നില്ല അല്ലെ ഭഗവത് പാദർക്ക്. അപ്പോ ആ ഒരു ഇവിടെ ശരിക്കും പറഞ്ഞാല് അജ്ഞാനിയാണ് അവിദ്യാനാം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അറിവില്ലാത്തവൻ അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഈ അറിവില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അത് പൊട്ടൻ എന്ന അർത്ഥമല്ല. കാരണം പരാവിദ്യയിലേക്ക് പ്രവേശനം കിട്ടാത്ത ഏതൊരുവനും അവിദ്യയുള്ളവനാണെന്ന് പറയാറുണ്ട്. നമ്മൾ ഇതിന്റെ സൂക്ഷ്മാർത്ഥങ്ങളും കൂടെ കുറച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ എന്താ അജ്ഞാനി എന്ന് പറയുമ്പം ഇപ്പൊ എന്താ പറയാ, ഒരുപാട് ഡിഗ്രികൾ ഉള്ളവരോ PhDയും എന്താ പറയുക എഞ്ചിനീയറിംഗും ഡോക്ടറേറ്റ് ഒക്കെ ഡിഗ്രി ഉള്ളവരായിരിക്കും. പക്ഷെ തന്റെ ആ ഒരു ആത്മാവിനെ അറിയാൻ എപ്പോഴാണോ അവന് ആ ഒരു ആത്മാവിനെ അറിയുന്ന വിദ്യ, അപ്പോഴേ നമുക്ക് അവനെ ജ്ഞാനി എന്ന് പറയാൻ പറ്റൂ. അതാണ് പരാവിദ്യ എന്ന് പറയുന്നത്. അപ്പൊ പരാവിദ്യയിലേക്ക് പ്രവേശനം കിട്ടാത്ത ഏതൊരുവനും ആരാണ്, അവിദ്യ ഉള്ളവനാണെന്ന് ശാസ്ത്രങ്ങൾ പറയണു. പരാവിദ്യ അല്ലെങ്കിൽ പരമേശ്വര വിദ്യ അഥവാ ശ്രീവിദ്യ അല്ലെ. അപ്പൊ ഇതൊന്നും ഇല്ലാത്തവരെയാണ് അവിദ്യാനാം എന്ന് പറയുന്നത്. കേവലം ഒരു മന്ത്രം വാങ്ങിയത് കൊണ്ട് നമുക്ക് ജ്ഞാനി എന്നോ വിദ്യാവാൻ എന്നോ അർത്ഥമില്ല. കാരണം ശിവജ്ഞാനം ഉദയം ചെയ്യാത്ത സകല ജീവനും അവിദ്യയുള്ളവരാണ്, അജ്ഞാനിയുമാണ്. അവന് ശിവജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാല് ആ പൊരുള്, അതായത് ആ അരുൾ പെരും ജ്യോതിയെ കണ്ടു കഴിഞ്ഞാല് അവന് അവിദ്യ നിലനിൽക്കില്ല. കാരണം ഇത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴാണോ ശിവജ്ഞാനം വരുന്നത് പിന്നെ അവിടെ അജ്ഞാനം എന്ന് പറയുന്ന ഇരുട്ടുണ്ടാവില്ല. ആ ശിവജ്യോതിയെ ഇവിടെ അജ്ഞാനം ബാധിച്ച അവിദ്യയെ പ്രാപിച്ച ജീവന് ജീവനഗരിയായിട്ട് തീരും. ഇവിടെ ജീവനഗരി എന്നുള്ളത് എന്താ, ഒരു കവി സങ്കല്പമാണ്. കാരണം സൂര്യൻ ഉദിച്ചു വരുമ്പോ ഇരുട്ടകന്ന നഗരി എന്നർത്ഥം. സൂര്യനെ ശാസ്ത്രം എന്തായിട്ടാ പറയുന്നത്, ശിവനായിട്ടാണ് കാണുന്നത്. കാരണം നമ്മുടെ ശരീരത്തിലിരിക്കുന്ന പിങ്കള നാഡി എന്ന് പറയുന്നത് സൂര്യനാഡിയാണ് അല്ലെ. അപ്പോ ശിവജ്യോതിയാണ് സൂക്ഷ്മമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ സാധനയുടെ ഒരു തലമാണിത്. ഭഗവാൻ ശ്രീ രമണ മഹർഷി യോഗി ഒളി കാണുമെന്ന് അരുണാചല പഞ്ചരത്നത്തിൽ പറയുന്നുണ്ട്. യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്നവന്, അതായത് ആ ശരീരം അത് സോഹമാർഗത്തിലും പ്രാണനെ പ്രാണായാമം കൊണ്ടും ചിത്തത്തെ ധാരണ കൊണ്ടും അടക്കുന്ന വിദ്യയാണ്. അത് തന്നെയാണ് കുണ്ടലിനി യോഗം എന്ന് പറയുന്നത്.
ഇങ്ങനെ ഉപാസന ചെയ്യുന്ന ഒരു യോഗിക്ക് വലുതായിരിക്കുന്ന പ്രകാശം കാണാമെന്ന് യോഗശാസ്ത്രം പറയണു. അങ്ങനെ 1000 വർഷം അടഞ്ഞു കിടന്ന ഒരു മുറിയിൽ പോലും ഒരു ദീപം തെളിയിച്ചാല് ആ ഇരുട്ട് ഉടനെ മാറിപ്പോവും, അല്ലെ? അതുപോലെ തന്നെ ആ ഒരു ശിവജ്ഞാനം എപ്പോ ഉദയം ചെയ്യുന്നോ ആ നിമിഷം തന്നെ ഇരുട്ട് ഒരു മിഥ്യയായിട്ട് തീരും. അതുപോലെ ഇരുട്ടില്, അതായത് ഭോഗങ്ങളുടെ ലോകം സത്യമാണെന്ന് ചിന്തിക്കുന്നവർക്ക് പലവിധ ജപസാധനകളിലൂടെ കർമ്മഭക്തി ജ്ഞാനയോഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അജ്ഞാനികളായിരിക്കുന്ന ജീവന്മാർക്ക് ശക്തി ദീപമായിട്ട് തീരുന്നു. ഏത് ശക്തിയാണോ ഈ ജീവന്മാരെ അജ്ഞാന ദ്വീപിൽ ഇരുത്തിയത്, അതേ ശക്തി തന്നെ ശിവജ്ഞാന പ്രകാശവും കൊടുക്കുന്നു. അതായത് ദേവി തന്നെയാണ് ലിബറേറ്റിംഗ് ഫോഴ്സ് ആയിട്ട് തീരുന്നത്. ഇപ്പൊ പരാശക്തി തന്നെയാണ് ബൈൻഡിങ് ഫോഴ്സ്, അതേ ദേവി തന്നെയാണ് ലിബറേറ്റിംഗ് ഫോഴ്സ് ആയിട്ട് തീരുന്നത്, അല്ലെ? അപ്പൊ ശക്തി തന്നെയാണ് ജീവനെ ഭോഗങ്ങളിലും ഭോഗ അനുഭവങ്ങളിലും കെട്ടിയിടുന്നത്. ഇതേ ശക്തി തന്നെയാണ് ഗുരുവായിട്ട് വന്ന് ഗുരുമൂർത്തി ഗോമാത ഗുഹ ജന്മഭൂ എന്ന് പറഞ്ഞിരിക്കുന്നു ലളിതാ സഹസ്രനാമം. അപ്പൊ ആ ദേവി ആരായിട്ട് വന്ന്? ഗുരുവായിട്ട് വന്ന്, അല്ലെ? ആ വാണികൾ ശ്രവിച്ച് ആ ശ്രദ്ധയോടെ ജീവിക്കുന്നവരെയാണ് നമ്മള്, ആ ജീവിക്കുന്നവർ മാത്രമാണ് അവിദ്യയെ തരണം ചെയ്യുന്നതെന്ന് പറയണു. ഇത് നമ്മുടെ പുരുഷ പ്രയത്നത്തെക്കാളും ശക്തിയുടെ അനുഗ്രഹമാണ് പൂർണ്ണമായിട്ട് വേണ്ടത്. ആ ഒരു അജ്ഞാന ദശയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയായിട്ടിരിക്കുന്നത് ശക്തി തന്നെയാണ്. ആ ദശയിൽ ശിവജ്യോതിയെ കാണിച്ചിട്ടാണ് സാധകനെ അവിദ്യയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പൊ സാധനയുടെ പക്വാവസ്ഥയിൽ സാധകന്റെ ഉള്ളില് ശിവജ്യോതിയെ കാണും, ഉറപ്പാണിത്. ഇത് പക്വതയിലേക്ക് കടക്കുന്ന ഒരു ഗേറ്റ് ആണ്, അല്ലെ? ഒരു ദ്വാരമാണ്. അപ്പൊ ആ ഒരു ജ്യോതിയുടെ അല്ലെങ്കിൽ ലൈറ്റിന്റെ ദർശനം എന്ന് പറഞ്ഞാൽ അത് വെറും പ്രകാശം അല്ലത്. തന്നെയും പ്രപഞ്ചത്തെയും എല്ലാം വിഴുങ്ങി നിൽക്കുന്ന ഒരു ചൈതന്യമാകുന്ന മഹത്തായിരിക്കുന്ന പ്രകാശം. ഇതിനെ ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞിട്ടുണ്ട്. ഒരു വെള്ളപ്പൊക്കം പോലെ പ്രകാശം പൊങ്ങി വരുന്നു എന്ന്. അപ്പൊ യോഗി ഒളി കാണും പോലെ എന്ന് രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ അരുൾ പെരും ജ്യോതി. ഇതാരാ പറഞ്ഞത്? വളരെ പ്രസിദ്ധനായിട്ട് തമിഴ്നാട്ടിലുള്ള രാമലിംഗ സ്വാമികൾ പറഞ്ഞതാണ്. എന്താ? അരുൾ പെരും ജ്യോതി, അനുഗ്രഹത്തിന്റെ വലിയ ജ്യോതി. അതിനാണ് നമ്മൾ ശിവജ്യോതി എന്ന് പറയുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ ഈ വരിയോട് ചേർന്ന് നിൽക്കുന്ന വരിയാണ് എന്താണ്? നഖദീദിതി സംഛന്ന നമജ്ജന തമോ ഗുണായൈ നമ. നമസ്കരിക്കുന്നവരുടെ മനസ്സിലെ തമോ ഗുണത്തെ ഇല്ലാതാക്കുന്ന പ്രകാശത്തോടു കൂടിയ നഖത്തോടു കൂടിയിരിക്കുന്ന അല്ലയോ ദേവി. അപ്പൊ ദേവി പാദത്തെ നമസ്കരിക്കുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ആ നഖത്തിൽ നിന്ന് വലുതായിട്ടൊരു പ്രകാശം വരികയും ആ പ്രകാശം നമസ്കരിക്കുന്ന ഭക്തന്റെ ഹൃദയത്തിലെ ഇരുട്ടിനെ ഇല്ലാതാക്കി പ്രകാശപൂർണമാക്കുകയും ചെയ്യുകയാണ്. ആ ജ്യോതിസ് തന്നെയാണ് ഇവിടെ അവിദ്യാന മന്ദസ്തിമിര മിഹിര ദ്വീപ നഗരി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അകത്തുള്ള തമസ്, മനസ്സിന്റെ ഇരുട്ടെന്ന് പറയില്ലേ. അപ്പൊ എന്നാൽ ഇത് സൂര്യന്റെ ഉദയനഗരിയുമാണ്. അപ്പൊ ഹൃദയമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ അഗ്നിമണ്ഡലം, സൂര്യമണ്ഡലം, സോമമണ്ഡലം. ഇപ്പൊ രണ്ടാമത്തെ മണ്ഡലം ഏതാണ്? ശരിക്കും പറഞ്ഞാൽ സൂര്യമണ്ഡലം. കാരണം ഈ ഒരു ഹൃദയമണ്ഡലമാണ് ശരിക്കും നമ്മുടെ ജീവാത്മാവ് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയാറുണ്ട്. ഇവിടെ സാധന പക്വമാകുമ്പോൾ തെളിയുന്ന ആത്മജ്യോതിസിനെയാണ് നമ്മൾ ശിവജ്യോതിസ് എന്ന് പറയുന്നത്. കാരണം ഇതൊരു അനുഭവമാണ്. ഇത് സ്വയം അറിയേണ്ടതാണ്. ഈ പ്രകാശ ഗോപുരത്തെ കാണാതെ, അതായത് ദ ഗേറ്റ് വേ ഓഫ് ലൈറ്റ് എന്ന് പറയാറുണ്ട്, സാധനയിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇത് എല്ലാ മഹാത്മാക്കളും ഒപ്പുവെച്ച സത്യമാണ്. കാരണം ഏത് സാധകനെയും അവന്റെ സുഖദുഃഖങ്ങളിൽ കൂടി കടത്തിക്കൊണ്ടു പോകുന്നത് ദേവിയാണ്. ഒരു സാധകനെ സംബന്ധിച്ച് ഉപാസനാ മാർഗത്തിൽ പ്രവേശിക്കുക എന്നത് എന്താ? ഒരു മുറി വൃത്തിയാക്കുന്നതിന് തുല്യമാണ്. എന്നും സാധാരണഗതിയിൽ തുടച്ച് വൃത്തിയാക്കുന്ന ഒരു മുറിയാണെന്ന് വെക്കൂ. ഒരു ദിവസം നമ്മൾ എന്ത് വേണം അവിടെ? ഒരു ക്ലീനിങ് ലോഷൻ ഉപയോഗിച്ച് തുടയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ധാരാളം അഴുക്കുകൾ നമുക്ക് അവിടെ വരുന്നത് കാണാം, അല്ലെ? സാധാരണ കാണാൻ പറ്റില്ല. ഈ ലോഷൻ ഒഴിച്ച് തുടയ്ക്കുമ്പോൾ പിന്നെയും അഴുക്ക് ഇളകി വരും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും അഴുക്ക് ഇവിടെ ഉണ്ടായിരുന്നോ? നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, ഇല്ലേ? അതുപോലെയാണ് മന്ത്രസാധന എന്ന് പറയുന്ന ക്ലീനിങ് ലോഷൻ. നമ്മുടെ മനസ്സിൽ ഒട്ടിക്കിടക്കുന്ന, അതായത് അടങ്ങിക്കിടന്ന അഴുക്കും ചെളിയും എല്ലാം ഇളകി വരും. അതുപോലെ മനസ്സിൽ ശ്രദ്ധയിൽപ്പെടാതെ അടങ്ങി ഒതുങ്ങിക്കിടന്ന ആ ലേറ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡോർമെന്റ് ആയിട്ട് കിടക്കുന്ന ദുർവാസനകള്, ദേഷ്യം, കാമം, ക്രോധം എല്ലാം പൊങ്ങി വരും. സാധന തുടരണം. നമ്മൾ ഗുരുവിൽ പൂർണ്ണ വിശ്വാസം വെക്കണം എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ സാധന നിർത്താതെ തുടർന്ന് പോയില്ലെങ്കിൽ ഈ ചെളിയൊക്കെ എന്താ പറയാ അടിഞ്ഞ് അവിടെ തന്നെ കിടക്കും. സാധന തുടർന്നാൽ എന്താ? ആ ചെടിയൊക്കെ പോയി ഈ പെരും ജ്യോതിസിന്, ഈ അനുഗ്രഹം തരുന്ന ഈ ആത്മജ്യോതിയെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന ഈ എന്താ പറയാ ടെക്സ്റ്റ്
ശങ്കര ഭഗവത്പാദർ രചിച്ചിരിക്കുന്നത് ഉപാസകന്മാർക്ക് വേണ്ടി രചിക്കപ്പെട്ടതാണെന്ന് പലരും പറയാറുണ്ട്. കാരണം ആരാണ് ഉപാസകർ എന്ന് ചോദിക്കണം നമ്മള്. കാരണം ഈശ്വര ദർശനത്തിനുള്ള ദാഹമുള്ളവരെയാണ് നമ്മള് ഉപാസകർ എന്ന് വിളിക്കുന്നത്. അല്ലാത്തവരെ നമ്മൾ എന്താ വിളിക്കുക? ഭക്തർ എന്നാ വിളിക്കുക. അപ്പൊ തന്റെ ഇഷ്ടദേവതാ ദർശനം വേണം, തനിക്ക് സ്വരൂപ സാക്ഷാത്കാരം വേണം. അത് ഏത് പേരിൽ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ആ ഒരു ഇഷ്ടദേവതാ ദർശനം എന്ന് പറയുന്നത് ഉയർന്ന ഒരു തലമാണ്. ആ സ്വരൂപ ദർശനം, അതായത് സ്വരൂപ സ്ഥിതിയാണ് ഏറ്റവും ഉയർന്നത്. രമണ മഹർഷി എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താ? ബീയിങ്, അതായിട്ടിരിക്കുക, അല്ലെ, ഞാനായിട്ടിരിക്കുന്ന നില. അങ്ങനെ അടങ്ങി ഒതുങ്ങി തന്റെ സ്വരൂപമായിട്ട് വർത്തിക്കുന്നതാണ് സ്വരൂപ സ്ഥിതി എന്ന് പറയുന്നത്. എല്ലാ ശാസ്ത്ര എന്താ പറയാ, എല്ലാ ശാസ്ത്ര പഠനങ്ങളുടെയും ആ ഒരു താല്പര്യം ഇത് തന്നെയാണ്. ശാസ്ത്ര ശ്ലോകങ്ങൾ പഠിച്ചത് കൊണ്ട് ആ ശാസ്ത്രത്തിന്റെ താല്പര്യം ഗ്രഹിച്ചു എന്ന് അർത്ഥമില്ല. കാരണം നമ്മള് പഠിച്ച ശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ആ തത്വം നമ്മൾ ഗ്രഹിച്ചു എന്ന് മനസ്സിലാകുന്നത്. കാരണം ശാസ്ത്രങ്ങൾ വെറും ചൂണ്ടുപലക പോലെ തന്നെയാണ്. അതിനെ നല്ലവണ്ണം ഗ്രഹിച്ച് നമ്മൾ യാത്ര തുടരണം. ശാസ്ത്രത്തെ നിരാകരിക്കാതെ അതിൽ നിന്നുള്ള മാർഗങ്ങളെ, ആ ഒരു ലക്ഷ്യവും അതിനെ നന്നായിട്ട് മനസ്സിലാക്കി നമ്മൾ യാത്ര ചെയ്തു പോകണം. യാത്ര ചെയ്യാതെ ചൂണ്ടുപലകകളുടെ താഴെ എത്തി ഞാൻ അവിടെ എത്തി എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ ഒരു ഉദാഹരണത്തിന് തിരുവനന്തപുരത്തേക്ക് ഇപ്പൊ 120 കിലോമീറ്റർ ഉണ്ടെന്ന് ഒരു ബോർഡ് കണ്ടു, ഒരു സൈൻ ബോർഡ് കണ്ടു. അവിടെ നമ്മൾ ടേൺ റൈറ്റ് അല്ലെങ്കിൽ ടേൺ ലെഫ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. ആ ബോർഡുകൾ വായിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക ചെയ്യുന്നത്, അവിടെ നിൽക്കുകയല്ല, അല്ലെ? എന്നാലേ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂ. അപ്പൊ അല്പകാലം ശാസ്ത്രം പഠിക്കുകയോ അല്ലെങ്കിൽ കുറച്ചു കാലം മന്ത്രം ജപിച്ചതുകൊണ്ടോ ലക്ഷ്യസ്ഥാനത്ത് എത്തിയെന്ന് അർത്ഥമില്ല. 90% ആളുകളും ഇന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ശാസ്ത്രം കാണിച്ചു തരുന്ന ലക്ഷ്യത്തിലേക്ക് നിരന്തരം യാത്ര ചെയ്യുകയാണ് ഉപാസകൻ ചെയ്യേണ്ടത്. വഴി തെറ്റാതിരിക്കാൻ മഹത്തുക്കൾ എഴുതിയ ശാസ്ത്രങ്ങൾ നമുക്ക് പഠിക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് മനഃപ്പാഠമാക്കിയത് കൊണ്ട് ഒരിക്കലും ഒരാൾ ലക്ഷ്യത്തിൽ എത്തുന്നില്ല. കാരണം ശാസ്ത്രം പഠിക്കാതെ പൂർണ്ണമായി ഗുരുകൃപ കൊണ്ട് ലക്ഷ്യപ്രാപ്തി അടയുന്ന എത്രയോ പേരെ നമുക്ക് കാണാം. ആ തോടകാചാര്യൻ, അല്ലെ, ശങ്കര പാദരെ സ്തുതി കൊണ്ട് മനോഹരമായിട്ട് ഒരു വന്ദന ശ്ലോകമാണ് എഴുതിയിരിക്കുന്നത്. പഠിക്കാൻ മോശമായ ശിഷ്യനായിരുന്നു തോടകാചാര്യൻ. പക്ഷെ ഗുരുകൃപ കൊണ്ട് ആ ഗുരുകൃപ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒഴുകി ചെന്നപ്പോ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തി ഇദ്ദേഹം. അപ്പോ ലക്ഷ്യമാണോ ചൂണ്ടുപലകകളാണോ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ സ്തുതിക്ക് വേണ്ടിയിട്ടല്ല ഉപാസന. അപ്പൊ നമ്മൾ അൾട്ടിമേറ്റ്ലി ആ ഒരു ദുഃഖ നിവർത്തി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിരിക്കുന്ന ആ ഒരു ശാസ്ത്രജ്ഞാനം ലഭിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ദുഃഖ നിവർത്തിയാണ് മോക്ഷം എന്ന് പറയുന്നത്, അഥവാ മുക്തി എന്ന് പറയുന്നത്. ഇത് എങ്ങനെ ലഭിച്ചാലും മതി, ആ ഒരു ആത്യന്തികമായിട്ട് മനസ്സ് വിക്ഷേപമടങ്ങിയ കടല് പോലെ ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ശാന്തി കൈവരിച്ചാൽ പിന്നെ ശാസ്ത്രത്തിന് അവിടെ പ്രസക്തിയേ ഇല്ല. ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ എല്ലായിടത്തും ശുദ്ധജലം നിറഞ്ഞിരിക്കുമ്പോൾ പിന്നെ കിണർ കുഴിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? ഒരു യോഗിക്ക് പിന്നെ ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. അദ്ദേഹം ഈ പരമമായിരിക്കുന്ന ചൈതന്യത്തെ അറിഞ്ഞ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുർവേദത്തിന്റെ ദൃഷ്ടിയിലെ ജീവന്റെ പര്യായമാണ് ചൈതന്യം എന്ന് പറയുന്നത്. ചേതന, ചൈതന്യം, അതായത് ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്, അല്ലെ? മാർക്ക് ഓഫ് അവർ എക്സിസ്റ്റൻസ്, അല്ലെ? സ്പാർക്ക് ഓഫ് എക്സിസ്റ്റൻസ് എന്നൊക്കെ പറയാം. ചൈതന്യം ഒരളവിൽ പ്രവർത്തിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഊർജ്ജസ്വലരായിട്ടിരിക്കുകയുള്ളൂ, അല്ലെ? ആ ചൈതന്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവുകയോ ഇല്ലെങ്കിൽ കുറയുകയോ ചെയ്താൽ അത് ജഡം പോലെ ഇരിക്കും, ഇല്ലേ? നമ്മൾ പറയാറുണ്ട് ചിലരൊക്കെ ഇങ്ങനെ എന്താ ജഡം പോലെ ഇരിക്കുന്നത്, അവർക്ക് ചൈതന്യത്തിന്റെ കുറവാണത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ് യോഗി. കാരണം അങ്ങനെ ഇരിക്കുന്ന യോഗിയോ ആ ഒരു ഋഷി വര്യന്മാരെയൊക്കെ ഭാരതത്തിൽ ഉടനീളം നമുക്ക് കാണാം. കാരണം എന്താ? നമ്മളെ ചേഷ്ടകളെയാണ് ജീവിക്കുന്നതിന്റെ അടയാളമായിട്ട് കാണുന്നത്. കുറെ നേരം ഉറങ്ങുന്ന ഒരാളിനെ നമ്മൾ തട്ടി നോക്കും, ഉണരുന്നുണ്ടോ എന്നില്ലേ, ശ്വാസം വലിക്കുന്നുണ്ടോ, തിരിയുന്നുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പൊ ചലനം എന്നത് ചൈതന്യത്തിന്റെ ആ ഒരു പ്രകടീകൃത ഭാവമാണ്. ചിലരില് ചൈതന്യം ഒരു തലം വിട്ട് സ്ഫോടനം സംഭവിക്കും. അത് അവരെ ഒരു ജഡം പോലെ ആക്കിക്കളയും. അവര് ദുഃഖിതരല്ല. കാരണം ദുഃഖവും സന്തോഷവും ഉള്ളപ്പോ അടങ്ങിയിരിക്കാൻ സാധ്യമല്ല. ശരീരത്തെ ക്ലേശിപ്പിച്ച് ചെയ്യുന്ന തപസ്സിനെ ആ ഒരു ആസുരിക തപസ് എന്നാ പറയുന്നത്. അത് വ്യക്തിപരമായിട്ട് നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുക. പക്ഷെ എന്നാൽ ചിലര് ഒന്നിനും വേണ്ടിയിട്ടല്ല ചില സാധുക്കള് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം അവര് ചിലപ്പോ ആത്മാനന്ദത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്, അവർക്ക് ബാഹ്യ ശരീരത്തിനെ അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ട് ഒരിക്കലും പൂർണ്ണത്വത്തിലെത്താൻ, ആ ഒരു എന്താ പറയാ, ആ ഒരു ഭഗവത് പദത്തിലെത്താൻ ഒരു ഗുരുക്കന്മാരും പറയില്ല. കാരണം ക്ലേശം എന്നത് ആ ഒരു
ആത്മാവിൽ നമ്മൾ എത്തിക്കില്ല. അപ്പൊ ശരീരത്തെ നിലനിർത്തുവാനുള്ള ആഹാരവും ജലവും ശരീരത്തിന് കൊടുക്കുക തന്നെ വേണം. ശരീരം ഈശ്വരൻ വസിക്കുന്ന ക്ഷേത്രമാണ്. ശരീരത്തെ അഥവാ ഉപാധിയെ നമുക്ക് നിരാകരിക്കലല്ല നമ്മുടെ ജോലി. താത്വികമായിട്ട് താത്വികമായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശരീരികളാണ്. നമ്മുടെ ശരീരത്തിന് വിശപ്പ്, ദാഹം എന്നൊക്കെയുള്ള ബയോളജിക്കൽ നീഡ്സ് ഉണ്ട്, അല്ലേ? അപ്പൊ അതിനെയൊക്കെ നമ്മൾ മിനിമം തൃപ്തിപ്പെടുത്തി നമ്മൾ പോയി. അപ്പൊ ജീവന്റെ നിലനിൽപ്പാണ് ചേതന എന്ന് പറയുന്നത്. ജീവന്റെ പര്യായമാണ് ചേതന. ചിലർ ഉള്ളിൽ സ്ഫോടനം വന്നാല് അവര് ജഡവത്തായിട്ടിരിക്കും, അല്ലെങ്കിൽ പിശാചവത്താകും. ദേഷ്യം വരുന്നവരെ ഊർജത്തിന്റെ ആ ഒരു വിസ്ഫോടനം കൊണ്ട് മറ്റുള്ളവരുടെ സാന്നിധ്യത്തെ ഇഷ്ടപ്പെടില്ല. തിരുവണ്ണാമലയില് മൂക്കുപ്പൊടി സിദ്ധർ എന്നൊരാളുണ്ടായിരുന്നു. വളരെ ക്രൂരമെന്ന് തോന്നുന്ന പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിന്. കാരണം മറ്റുള്ളവരോട് അദ്ദേഹം അങ്ങനെ വളരെ നികൃഷ്ടമായിട്ട് അദ്ദേഹം പെരുമാറും. കാരണം ആദ്യം ആരും അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതുപോലെ തന്നെയാണ് പൂന്തുറ സ്വാമികള്, മായിയമ്മ തുടങ്ങിയവരെല്ലാം തന്നെ ഇങ്ങനെയുള്ളവരാണ്. കാരണം ഊർജ വിസ്ഫോടനം എന്നത് ഒന്നിൽ നിന്ന് 100, 1000, ലക്ഷം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ജീവന്റെ ലക്ഷണമായിരിക്കുന്ന ചൈതന്യം പലരിലും പലതരത്തിലാണ് പ്രവർത്തിക്കുന്നത്. രമണ മഹർഷി എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം സദാ ശാന്തനായിട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം സദാ ചാരി കണ്ണു തുറന്നിരിക്കും. കണ്ണടച്ച് അദ്ദേഹം ഉറങ്ങിയിട്ടേയില്ല. അദ്ദേഹത്തിന്റെ ഈ ചൈതന്യം അദ്ദേഹത്തിൽ എങ്ങനെയാണ് ഈ ചൈതന്യം പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, മുരുകനാർ പറയുന്ന പോലെ ശുദ്ധ ശിവസ്വരൂപമായിരിക്കുന്ന ആ തിരുവണ്ണാമലയെ പൂർണ്ണമായിട്ട് വിഴുങ്ങിയിട്ട് വെറുതെ ഇരിക്കുന്നു, ശാന്തമായിട്ടിരിക്കുന്നു. അങ്ങനെ ഒരാളായിരുന്നു രമണ മഹർഷി. അപ്പൊ പൂർണ്ണ ചൈതന്യം തെളിഞ്ഞു വിളങ്ങി പൂർണ്ണമായ ശാന്തതയോടെ ഇരിക്കുന്നു എന്ന് പറയാം അദ്ദേഹത്തിന്. അപ്പൊ ഈ ചൈതന്യത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളണമെന്ന് ആ ഒരു ആഴത്തിൽ പഠിപ്പിക്കുന്ന ശ്ലോകമാണ് അവിദ്യാനാം എന്ന് പറയുന്ന സൗന്ദര്യ ലഹരിയിലെ ഈ 3-ാമത്തെ ശ്ലോകം. ഇതിൽ ഇത്രയധികം മന്ത്രശാസ്ത്ര രഹസ്യങ്ങളുണ്ട്. കാരണം അവിദ്യയില് അഥവാ അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ മുങ്ങിയിരിക്കുന്നവർക്ക്, അതായത് സാധാരണക്കാർക്ക്, നമ്മളെ പോലെയുള്ള അവർക്ക് സൂര്യൻ ഉദിക്കുന്ന ദ്വീപ് പോലെ പ്രകാശമാനമായിരിക്കുന്ന ചൈതന്യ ജ്യോതിസാണ് പരാശക്തിയായിരിക്കുന്ന അമ്മ, അല്ലെങ്കിൽ ജഗദംബിക, അല്ലെ? ഇരുട്ടിൽ ഇരിക്കുന്നവന്റെ വരം എന്താണെന്ന് ചോദിച്ചാൽ വെളിച്ചമാണ്, അല്ലെ? അജ്ഞാനിക്ക് വെളിച്ചം എന്നത് ദേവിയാണ്. അവിദ്യാനാം അന്തസ്തിമിര മിഹിര ദ്വീപ നഗരി. അപ്പൊ ദേവി മാറ്റുന്നത് എന്താണ്? നമ്മുടെ അകത്തുള്ള ഇരുട്ടാണ്, പുറത്തുള്ളതല്ല. സൂര്യന്റെ ഉദയ നഗരിയായിട്ട് ദേവി വർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അത് പുറത്തല്ല, അത് അകത്താണ്. അപ്പൊ സൂര്യനെ ശിവനായിട്ട് കണ്ടാല് അതിന് പോലും ഉയർന്ന് പ്രകാശിക്കാൻ ചോദനയായിട്ട് വർത്തിക്കുന്ന ശക്തി എന്നർത്ഥം. ജഡാനാം ചൈതന്യ സ്തപക മകരന്ത ശ്രുതിഞ്ചരി. ഇപ്പൊ ജഡന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? ജളന്മാർ, അഥവാ മടിയുള്ളവന്, യാതൊരു ഉത്സാഹവും ഇല്ലാത്തവന്, പ്രവൃത്തി ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവന്, ഉപാസന ചെയ്യാൻ പോലും മടിയുള്ള മടിയന്മാർക്ക് അമ്മ ആരായിട്ട് തീരുന്നു? ചൈതന്യത്തിന്റെ അമൃതകണങ്ങളെ, അതായത് തേൻ തുള്ളികളെ തളിച്ച് ജഡമായിരുന്ന ആളിനെ ചൈതന്യവത്താക്കുന്ന ശക്തിയാണ് ആ ജഗദംബിക. എല്ലാവരിലുമുള്ള ആ ലൈഫ് ഫോഴ്സ് ആണ് അമ്മ എന്നർത്ഥം. അപ്പൊ ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളെയും ഉള്ള ശക്തിയാണ് നമ്മൾ ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? ഈ ജഡാവസ്ഥയിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽപ്പിക്കുന്ന ശക്തി. ഈ ദേവി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശക്തി നമ്മുടെ ഉള്ളിലെ ആ ഒരു സൈക്കിക് സെന്റർ ആണ്. 3.5 ചുറ്റായിട്ട് നമ്മുടെ നട്ടലിന്റെ കീഴറ്റത്ത് കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന ആ ഒരു കുളകുണ്ടലം, ഒരു കുണ്ടല രൂപത്തിൽ ചുറ്റിക്കൊണ്ട് ആ ഒരു കുളം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡീപ്പായിരിക്കുന്ന സ്ഥലം എന്നർത്ഥം. അപ്പൊ അവിടെ ഈ കുണ്ടലിനി ശക്തി എന്താണ്? ഒരു സർപ്പിണിയായിട്ട് കുണ്ടല രൂപത്തിൽ ചുറ്റിക്കിടക്കുന്നു. കോയിൽഡ് എനർജി എന്ന് പറയാം ഇതിനെ. ചുറ്റിക്കിടക്കുന്നതുകൊണ്ടാണ് സർപ്പം എന്ന് പറയുന്നത്. ഇത് ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ രാവിലെ ഉറക്കം ഉണരുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഉറക്കം ഉണരുക എന്നുള്ളത്, അല്ലെ? അപ്പൊ ഉറക്കത്തിൽ തന്നെ നമുക്ക് ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നില്ലെങ്കിൽ എന്താ? നമ്മുടെ ശരീരം ജഡമായിട്ട് തീരും, അല്ലെ? മനുഷ്യന് ശരീരത്തിന് വേണ്ട എല്ലാം ആ വിശ്രമം എടുത്തു കഴിയുമ്പോൾ നമ്മളെ ഉണർത്തുന്നത് ഈ കുണ്ടലിനിയുടെ പ്രഭാവമാണ്. ഉറക്കുന്ന ശക്തിയും പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതും ഉണർത്തുന്നതും എല്ലാം തന്നെ ഈ ശക്തിയാണ്. അപ്പൊ എല്ലാം തന്നെ ഈ ആധാരശക്തിയായ പരാശക്തിയുടെ, അതായത് മനുഷ്യ ശരീരത്തിലെ പ്രതിനിധിയായിരിക്കുന്ന ഈ കുണ്ടലിനി ശക്തിയാണെന്ന് അർത്ഥം. അപ്പോ ഇത് തന്നെയാണ് ജീവശക്തി, അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ജീവൻ തന്നെയാണ് ചൈതന്യം. ഇതിന്റെ ആ ഒരു ഉണർച്ചയില് ചിലർക്ക് നിയന്ത്രണം വിട്ടുപോകും, ചിലര് ഭ്രാന്തരാകും, ചിലര് ജഡമാകും, ചിലര് മൗനികളാകും, ചിലര് പിശാചുക്കളെ പോലെ ആകും, ചിലര് രാമകൃഷ്ണ പരമഹംസരെ പോലെ കുട്ടിയായിട്ട് തീരും, അല്ലെ? വളരെ നൈർമല്യത്തോടുകൂടി നിഷ്കളങ്കമായിരിക്കുന്ന കുട്ടികളെ പോലെ ആയിട്ട് തീരും. അത്രയും നിർമ്മലത്വമാണ് അദ്ദേഹത്തിന്
അതായത് ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് കുണ്ടലിനി പ്രഭാവം കൊടുത്തത്. കാരണം രാമകൃഷ്ണ പരമഹംസർക്ക് ജിലേബി വളരെ ഇഷ്ടമായിട്ടുള്ള ആളായിരുന്നു. ഒരു ശിഷ്യൻ കുട്ട നിറച്ച് ജിലേബി കൊടുത്തു. അദ്ദേഹം നോക്കിയപ്പോൾ വാതിലിനടുത്ത് 5 വയസ്സ് പ്രായം തോന്നുന്ന ഒരു കുട്ടി. ഉടനെ തന്നെ അദ്ദേഹം കുട്ടിയെ ഒളിപ്പിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ സമാധിയിൽ പോയി എന്നാണ്. കാരണം നിർമ്മലമായ മനസ്സിന്റെ ഈ ഭാവം ഉണർത്തുന്നത് ഒരു കുണ്ടലിനി ശക്തി തന്നെയാണ്. ഇപ്പൊ കുഞ്ഞിനെ പോലെയാണ്. കാരണം ദുർവാസാവ് എന്ന് പറഞ്ഞാൽ എന്താ? കൂടെ ജീവിക്കാൻ പ്രയാസമുള്ളവൻ എന്ന അർത്ഥം. എപ്പോഴാണ് കോപം വരിക എന്നറിയില്ല. പാർവതി ദേവി ശിവനോട് പറയാറുണ്ട്, അങ്ങയുടെ കോപം കാരണം കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന്. ഇപ്പൊ ശ്രീകൃഷ്ണൻ പോലും പേടിച്ച കോപമാണ് ദുർവാസാവിന്റെ. അദ്ദേഹം പോലും വണങ്ങി നിന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ രുദ്രൻ തന്നെയാണ് ദുർവാസാവ് എന്ന് പറയാറുണ്ട്. കരയിപ്പിക്കാൻ പറ്റും. തന്ത്രത്തിൽ പറയും ഗുരുവിനെ, അതായത് ഗുരുവിനെ നെരിപ്പോട് പോലെയാണെന്ന്. കാരണം ഇംഗ്ലീഷിൽ നമ്മൾ ഹാർത്ത് എന്ന് പറയും. തണുപ്പ് കൂടുമ്പോ കൂടുതലുള്ളപ്പോൾ നമ്മൾ വീട്ടിനകത്ത് തന്നെ ചൂട് കിട്ടുന്ന സ്ഥലം ഉണ്ടാക്കും അല്ലെ? അവിടെ ചെന്നിരുന്നിട്ടാണ് തണുപ്പ് മാറ്റുന്നത്. ഇതിനെയാണ് നമ്മൾ നെരിപ്പോട് പോലെ ഗുരുവിനെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. എന്താണ്? ഒരുപാട് ദൂരെ ആയാൽ അതിന്റെ ചൂട് കിട്ടില്ല, തണുത്ത് മരിക്കും. എന്നാൽ അഗ്നിക്ക് അകത്ത് കയറിയിരിക്കാനും പറ്റില്ല, അത് നമ്മളെ പൊള്ളിക്കും. കൃത്യമായിട്ടൊരു ഡിസ്റ്റൻസ് വെക്കണം. പൂർവമുള്ള ഒരു അകലം വേണം. എന്നാലേ നമുക്കത് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മളെ അവരിലേക്ക് ആകർഷിക്കുന്ന ശക്തി ചൈതന്യത്തിന്റെ പൂർണ്ണതയാണ്, അവരുടെ ആ ശക്തി ചൈതന്യത്തിന്റെ പൂർണ്ണതയാണ് നമ്മളെ അവരിലേക്ക് ആകർഷിക്കുന്നത്. പക്ഷെ എല്ലാവരിലുമുള്ള ഊർജം തന്നെയാണത്. അത് തന്നെയാണ് മഹാത്മാക്കളിലും നിറഞ്ഞു നിൽക്കുന്നത്. നമ്മളും അതിനുവേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. ദേവി ഉപാസകരിൽ ഏറ്റവും ഉയർന്ന ആളാണ് ദുർവാസാവ്. ശിവനാണ് ദേവിയുടെ പൂർണ്ണ ഉപാസകൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശിവനെ നമ്മൾ എന്താ പറയുക? പരമഭട്ടാരകൻ എന്നാ പറയുന്നത്. മറ്റു ഉപാസകരിൽ ദുർവാസാവിനെ നമ്മൾ ക്രോധഭട്ടാരകൻ എന്നാ പറയുന്നത്. കോപം തന്നെ ചൈതന്യ ലക്ഷണമാക്കിയിട്ടുള്ളവൻ. രുദ്രഭാവം ഇത് കുണ്ടലിനിയുടെ ഏറ്റവും ഉയർന്ന ഒരു തലമാണ്. ഇനി കാളിദാസനെ നമ്മൾ ശൃംഗാര ഭട്ടാരകൻ എന്നാ വിളിക്കുന്നത്. ശ്രീവിദ്യ ഉപാസിച്ച് പരിപക്വമായപ്പോൾ അദ്ദേഹത്തിന്റെ ആ കവിതകള് എല്ലാം മധുരമുള്ളതായിട്ട് തീർന്നു. അപ്പൊ ഈ ദേവിയെ ഉപാസിക്കുന്നവരിലെ സാധാരണക്കാർക്ക് മാത്രം ചൈതന്യം ഉപയോഗിക്കുന്ന ആ ഒരു മന്ദന്മാരിൽ പൊടുന്നനെ ഗുരുകൃപയാലോ ആ ഒരു തപസ്സിന്റെ ഫലമായിട്ടോ ഈ തേൻതുള്ളി, അതായത് സഹസ്രാര പത്മമാകുന്ന പൂങ്കുലയിൽ നിന്ന് ഇറ്റി വീഴുന്ന തുള്ളികള് എന്താ പറയാ, അവനിൽ വീഴുമ്പോ അവൻ പൂർണ്ണമായിരിക്കുന്ന ചൈതന്യവത്തായിട്ട് തീരും. കുണ്ടലിനി പ്രസരണം മാത്രമാണ് ഇവിടെ പറയണത്. ഇതിന്റെ ആന്തരികം അർത്ഥമാണ്. കാരണം സൗന്ദര്യലഹരി പാണ്ഡിത്യ പ്രദർശനമല്ല. അതിനകത്തുള്ള തത്വങ്ങളെ അറിഞ്ഞ് സാധനാമാർഗത്തിൽ മുന്നേറുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. ഇപ്പൊ മഹാദേവിയിൽ പൂർണ്ണമായിരിക്കുന്ന സമർപ്പണത്തിന് വേണ്ടിയിട്ടാണ് ഇത്. ഭക്തി വളർത്തി ജ്ഞാനത്തിലൂടെ മോക്ഷപദം, അതാണ് സൗന്ദര്യലഹരിയിലെ ഓരോ ശ്ലോകവും ലക്ഷ്യം വെക്കുന്നത്. വർഷം എന്ന് പറഞ്ഞാൽ എന്താ? 12 മാസങ്ങൾ അല്ലെ? അവിടെ 12 സൂര്യന്മാർ പ്രകാശിക്കുന്നു എന്നാ പറയുന്നത്. 12 മാസം 12 സൂര്യന്മാര് ഉദിക്കുന്ന ഇടം, ആ ദ്വീപനഗരി ദേവിയാണെന്ന് പറയണു. പ്രകാശം ഉദിക്കുന്ന സ്ഥലം. അന്ധകാരം നീക്കാൻ വേണ്ടിയാണ് അകത്ത് ഉദിക്കുന്ന ആ ബോധപ്രകാശം അല്ലെ? അതുകൊണ്ടാണ് ദേവിയെ ബോധജനനി എന്ന് നാരായണ ഗുരുദേവൻ വിളിക്കുന്നത്. അജ്ഞാനവും അബോധവും നീക്കുന്ന സൂര്യന്റെ ദ്വീപം എന്ന് പറയുന്നതാണ് മിഹിര നഗരി. അജ്ഞാനം എന്താണ്? ജന്മജന്മാന്തരങ്ങളായിട്ട് ഞാൻ, അല്ലെങ്കിൽ ഞാന് എന്റേത് എന്ന് പറയുന്ന ആ ഒരു മമത അല്ലെ, അത് വച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള സകല കർമ്മ സഞ്ചയങ്ങളും ചേർത്ത് പറയുന്നതാണ് എന്ത്? അജ്ഞാനം. അറിയേണ്ടതിനെ അറിയാതിരിക്കുക, അതിനായിട്ട് പരിശ്രമിക്കാതിരിക്കുക, ഇതെല്ലാം തന്നെ അവിദ്യ എന്ന് പറയുന്ന അജ്ഞാനമാണ്. ഇപ്പൊ മുത്തശ്ശൻ രാമായണ കഥ വളരെ ഭംഗിയായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ അത് കേട്ടോണ്ടിരിക്കുകയാണ്. കുട്ടി അതീവ ശ്രദ്ധയോടെ കേൾക്കുന്നു. സന്തോഷത്തോടെ മുത്തച്ഛൻ ഹനുമാന്റെ പരാക്രമങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്നു. അവസാനം കുട്ടിയോട് ചോദിച്ചു, ഉണ്ണി നന്നായി ശ്രദ്ധിച്ചിരുന്നല്ലോ, എന്താണ് നീ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് ചോദിച്ചപ്പോ കുട്ടി പറയുകയാണ്, മുത്തച്ഛന്റെ ചെവിയിലെ രോമം അതെന്താ ഇത്ര നീളം എന്ന്. അപ്പൊ കുട്ടി ഇതിലാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? അതുപോലെ ഭംഗിയായി കേട്ടു, ശ്രദ്ധ നിന്നില്ല എന്ന് മാത്രം. അപ്പൊ അവിദ്യയെ നീക്കാൻ എന്താ? ആ ഒരു ഉദയഗിരിയായി നിൽക്കുന്ന ശക്തിയാണ് ആ ഒരു അമ്മ ദേവി അല്ലെങ്കിൽ ജഗദംബിക. അത് ബോധത്തിന്റെ ഉണർവാണ് അല്ലേ? അപ്പൊ അത് നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മൾ വെറുതെ കേട്ടത് കൊണ്ടോ ചെവി കൂടെ ശ്രവിച്ചത് കൊണ്ട് മനസ്സിൽ ഒന്നും തങ്ങി നിൽക്കാതെ പുറത്തേക്ക് വിട്ടത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് നമ്മുടെ ബോധത്തെ ഉണർത്തണം. ആ ബോധത്തെ തന്നെയാണ് നമ്മൾ കുണ്ടലിനി എന്ന് പറയുന്നത്. ജ്ഞാനികള്, മഹത്തുക്കള് ബോധം എന്ന് പറയുന്നതിനെ തന്നെയാണ് ഇവിടെ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന കുണ്ടലിനി എന്ന് പറയുന്നത്.
ആ കുണ്ടലിനിയുടെ പ്രഭാവം കൊണ്ട് ആ മഹാപ്രകാശത്തെ കാണുകയും അതുവരെ രമിച്ചിരുന്ന അജ്ഞാനത്തിന്റെ മേഖലകളോട് വിട പറയുകയും ചെയ്യുകയാണ് ഒരു സാധകൻ ചെയ്യുന്നത്. കാരണം വ്യക്തിയെ സംബന്ധിച്ച് അവനെ കെട്ടിയിട്ടിരുന്ന ആ ഒരു മോഹജാലങ്ങള്, ബന്ധനങ്ങളെല്ലാം ഭേദിക്കാൻ ഈ പ്രകാശം അവനെ സഹായിക്കും, ഉറപ്പാണ്. കുട്ടികളെ നമ്മൾ ചെറുതിലെ അവനവന്റെ ആ കുലദൈവ മന്ത്രോപാസനയൊക്കെ നമ്മൾ പരിശീലിപ്പിക്കാറുണ്ട് ഇല്ലേ? അപ്പൊ തലമുറകൾ കടന്നു വരുന്ന ഈ അറിവ് ഇത് കുട്ടിയിലേക്ക് വന്നു ചേരും. അപ്പോ ഇന്നത്തെ കുട്ടികളും നമ്മളും എല്ലാം തന്നെ സ്വതന്ത്ര ദ്വീപുകളാണ്. അങ്ങനെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ പ്രകൃതിയുടെ താളം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ മലയാളി യുവാക്കൾ ചേർന്ന് നമുക്കറിയാം, ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗർഭിണിയായിരിക്കുന്ന ഒരു പൂച്ചയെ കെട്ടി തൂക്കി കൊന്ന ഒരു കഥ വളരെ വിശദീകരിച്ച് എല്ലാ പത്രങ്ങളിലും യൂട്യൂബിലും ഒക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഏത് ജീവികൾക്കും ഗർഭാവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്ന സമയമാണ് ഇല്ലേ? ആയുർവേദത്തിലെ ഗർഭിണിയെ നമ്മൾ ദൗഹൃദ എന്നാ പറയുന്നത്. രണ്ട് ഹൃദയങ്ങൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കുന്നവൾ. അപ്പൊ തന്റെയും കുഞ്ഞിന്റെയും. അപ്പൊ ഇരട്ട കൊലപാതകമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. സൂക്ഷ്മതലത്തില് പ്രപഞ്ച ശക്തിയെ ചുമക്കുന്നവളാണ് ഗർഭിണി. ആ ഗർഭിണിയെ അത്യന്തം ബഹുമാനത്തോടു കൂടി വേണം ഗർഭിണികളെ നമ്മൾ കാണാൻ എന്ന് പറയാറുണ്ട്. ഇതെല്ലാവരും പാലിക്കുന്നതുമാണ്. ഈ പറയുന്ന യുവാക്കളെല്ലാം ഇതിനെ കെട്ടിത്തൂക്കി കൊന്നു ആഹ്ലാദിക്കുകയാണ്. ഇന്നത്തെ തലമുറയുടെ മാനസിക നില നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഈ തലമുറകളില് അറിവും വിവേകവും ആ ഒരു അൻപും എല്ലാം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്ന് നമുക്ക് സ്ത്രീകളിൽ പോലും നമുക്ക് എന്താ പറയാ, അലിവ്, അല്ലെങ്കിൽ എല്ലാരോടും കരുണ. ഇന്ന് നമ്മൾ ദേവിക്ക് എന്താ പറയുന്നത്? കരുണാമൃത സാഗര, കരുണയാകുന്ന അമൃതത്തിന്റെ സാഗരത്തിൽ ഇരിക്കുന്നവൾ. പക്ഷെ ഇന്ന് നമ്മള് സ്ത്രീകളിൽ പോലും കാണുന്നത് എന്താണ്? സമൂഹത്തിലെ രാക്ഷസന്മാരെന്ന് വേണമെങ്കിൽ നമുക്ക് പല പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെ പറയാം. പക്ഷെ സ്ത്രീകളും ഇന്ന് അതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കാണപ്പെടുന്നത്. രാക്ഷസന്മാർക്ക് പോലും പല നീതികളുണ്ട്, ഇവർക്ക് അതുപോലും ഇല്ല. ഇങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഈ മന്ത്ര ഉപാസന അല്ലെങ്കിൽ മന്ത്ര ജപം ഒക്കെ വളരെയധികം അത്യാവശ്യമാണ്. കാരണം മന്ത്രദേവത കുട്ടികളെയും ജപിക്കുന്നവരെയും രക്ഷിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം ആ ഒരു ബോധപ്രകാശ നഗരിയാണ് ദേവി എന്ന് പറയുന്ന അമ്മ. ജഡന്മാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക്, ഊർജമില്ലാത്ത അലസന്മാർക്ക് ദേവിയുടെ ഈ കുണ്ടലിനി ശക്തിയുടെ പ്രഭാവം കൊണ്ട് ആ പൂങ്കലയിൽ നിന്ന് ആ ഒരു ഇറ്റ് വീഴുന്ന തേൻതുള്ളികൾ അവരിൽ പതിക്കുമ്പോൾ അവർ പൂർണ്ണമായിട്ട് ചൈതന്യം പ്രസരിച്ചവരായി തീരുന്നു. അവരെന്ത് കർമ്മം ചെയ്യാനും ശക്തരായി തീരുന്നു. ആ ജീവശക്തിയെ ഉണർത്തുന്നു. ദരിദ്രർക്ക് ചിന്താമണി ഗുണനിക്ക. ചിന്താമണിയെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ടച്ച് സ്റ്റോൺ എന്നാ പറയുന്നത് അല്ലെ? ഇപ്പൊ മിഡാസ് ടച്ച് എന്നൊരു രാജാവ്, അതായത് മിഡാസ് എന്ന് പറയുന്ന ഒരു രാജാവ് താൻ തൊടുന്നതൊക്കെ സ്വർണം ആകണമെന്നൊരു വരം നേടി. നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കഥയാണ്. അതോടുകൂടി അദ്ദേഹത്തിന്റെ ദുഃഖം തുടങ്ങി. എന്താ? ഒന്നും തൊടാൻ വയ്യ, ഒന്നും കഴിക്കാൻ വയ്യ. അവസാനം സ്വന്തം മകളെ തൊട്ടപ്പോ എന്തായി? മകള് സ്വർണ്ണ പ്രതിമയായി തീർന്നു അല്ലെ? ഉപകാരം എന്തായിട്ട് തീർന്നു? ഉപദ്രവമായിട്ട് തീർന്നു. ചിന്താമണി അങ്ങനെയല്ല. ചിന്താമണി ഒരു രത്നമാണ്. അത് കയ്യിൽ വെച്ച് എന്ത് ആഗ്രഹിച്ചാലും അത് നടത്തി കൊടുക്കും. ആ കല്ല് വെച്ച് എന്താണോ ചിന്തിക്കുന്നത് അത് ഉടനെ തന്നെ നടക്കും. നടന്ന് അമ്മ കാണിച്ചു കൊടുക്കും. അതെല്ലാം സംഭവിക്കും എന്നർത്ഥം. എന്തിനേയും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കല്ല് അല്ലെ? സ്വർഗത്തിലെ ഒരു കല്ലാണിതെന്ന് പറയണം. ശ്രീവിദ്യ ഉപാസകർക്ക് മാത്രമാണ് ഇത് മനസ്സിലാകുന്നത്. കാരണം എന്താ? ചിന്താമണി എന്നത് ഈ ശ്ലോകത്തിൽ ഒളിച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു ചിന്താമണിയുടെ ഒരു ബീജം ഈ ഒരു ശ്ലോകത്തിലുണ്ട്. കാരണം മഹാനായിരിക്കുന്ന ശങ്കര ഭഗവത്പാദര് ചിന്താമണി മന്ത്രം ഈ ഒരു 4 ശ്ലോകങ്ങളിൽ ഒളിച്ചു വച്ചിരിക്കുന്നു എന്നർത്ഥം. കാരണം ദരിദ്രന്മാർക്ക് ആണ് ചിന്താമണി അല്ലെ? ദാരിദ്ര്യം എന്നാൽ എന്താ? ദാരിദ്ര്യം പലതായിട്ട് നമുക്ക് കാണാം. ഒന്ന് ആശയ ദാരിദ്ര്യം, വാർത്താ ദാരിദ്ര്യം, സാമ്പത്തിക ദാരിദ്ര്യം. ഇതെല്ലാം മാറുന്ന ദേവിയുടെ തൃപ്പാദത്തിലെ പൊടി. തവ ചരണ പങ്കേരുഹം. ആ പൊടി അജ്ഞാനികൾക്ക് ഒരു ജ്ഞാനസൂര്യനാണ്. ജഡന്മാർക്ക് ചൈതന്യമാണ്. ദരിദ്രന്മാർക്ക് എന്തും സാധിച്ചു കൊടുക്കുന്ന ചിന്താമണിയാണ്. കൽപ്പതരുവാണ് ആ അമ്മയുടെ പാതാരവിന്ദങ്ങള്. ഇതിന്റെ താല്പര്യം എന്താണ്? അമ്മയുടെ പാദ നമസ്കാരം ചെയ്യുന്ന ഒരു ഭക്തന് ദാരിദ്ര്യം ഉണ്ടാകില്ല. അന്നവസ്ത്രാദികൾ മുട്ടാതെ അമ്മ കാത്തുകൊള്ളും. അവന് ജീവിക്കാനുള്ള ചൈതന്യമാകുന്ന ആ ക്രിയാശക്തി ഉണ്ടാകും. അവന്റെ അജ്ഞാനം നീങ്ങും. ഈ ശക്തികളെല്ലാം തന്നെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ചേർന്നിരിക്കുന്ന സാക്ഷാൽ ലളിതാ പരമേശ്വരിയായിരിക്കുന്ന ഭഗവതി എല്ലാം കൊടുക്കും.
അല്ലെ? ഭുക്തി മുക്തി പ്രദായിന്യേ നമ. ഈ അമ്മ ആരാ? നമുക്കിത് രണ്ടും തരാൻ കഴിവുള്ളവളാണ് അല്ലേ? ജന്മജലദൗ നിമഗ്നാന മുരരിപു വരാഹസ്യ ഭവതി. ജനന മരണമാകുന്ന ആ ജന്മജലധിയില് സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന, എന്നാൽ അതിൽ നിന്നും മുക്തി നേടണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, ലോകത്തിലുള്ളവരുടെ കാര്യമല്ല. കാരണം എത്ര ദുഃഖം വന്നാലും പിന്നെയും പിന്നെയും ഇവിടെ തന്നെ ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് ഇതിൽ 90% ആൾക്കാരും ഇല്ലേ? അതായത് പശുക്കള്, അതായത് ബദ്ധന്മാരെന്നൊക്കെ പറയാം അവരെ. കാരണം ഒട്ടകം മുള്ളു തിന്ന് ചോര വന്നാലും പിന്നെയും പിന്നെയും ആസ്വദിച്ച് തിന്നിട്ട് എന്താ അവസാനം തളർന്നു വീഴും. അതുപോലെ തന്നെയാണ് സാധാരണ മനുഷ്യൻ. ഈ ലോകം എത്ര ദുഃഖങ്ങൾ കൊടുത്താലും പിന്നെയും പിന്നെയും അത് തന്നെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ സംസാരം എന്ന് പറയുന്നത് ഒരു ചെളിക്കുണ്ടായിട്ടാണ് ആ സാധാരണ ഉപാസകർ, അതായത് സിദ്ധന്മാര് പറയുന്നത്. കാരണം അതിന്റെ എന്തിന്റെയോ കുറവാണ് അതിന് കാരണം എന്ന് പറയാറുണ്ട്. ആദിപരാശക്തി നമുക്ക് എല്ലാവർക്കും ഓരോ അനുഭവങ്ങൾ തന്ന് നമ്മെ തുടച്ച് തുടച്ച് പരിഭാഗപ്പെടുത്തിയെടുക്കുകയാണ്. വേദനകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് വേദനകൾ. കുന്തി ദേവി എന്താ പറഞ്ഞത്? ഭഗവാനെ, എനിക്ക് വീണ്ടും വീണ്ടും ദുഃഖങ്ങൾ തരൂ. കാരണം ആ ദുഃഖങ്ങളാണ് എനിക്ക് അങ്ങയെ ഓർമ്മിക്കാനുള്ള ഏക വഴി. അപ്പൊ വേദനകൾ നമുക്ക് ഒരുപാട് ഉണ്ടാകും. ആ ഒരു മുറിവ് പഴുത്തിരിക്കുമ്പോൾ ഡോക്ടർ വന്ന് അത് ഞെക്കി കളഞ്ഞതിന് ശേഷമാണ് മരുന്ന് വെക്കുന്നത് അല്ലേ? അതുകൊണ്ട് ഡോക്ടർ നമ്മുടെ ശത്രുവാണോ? അല്ല, മറിച്ച് മിത്രമാണ്. വേദനിപ്പിക്കുന്ന പഴുപ്പ് എടുത്തു കളയാനാണ് അദ്ദേഹം അത് അത് എന്താ പറയുക ഞെക്കി കളഞ്ഞത്. അപ്പൊ അഹന്തയാകുന്ന പഴുപ്പ് എടുത്തു കളയാനാണ് ഗുരു നമുക്ക് പരുഷമായിട്ട് നമ്മളോട് പെരുമാറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ആത്യന്തിക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സഹകരിച്ചെങ്കിൽ മാത്രമേ അവിദ്യ നീക്കുന്ന സൂര്യനാണ് അമ്മ. ആ ഒരു ചൈതന്യ പൂങ്കലയാണ് അമ്മ. ദരിദ്രന്മാർക്ക് എല്ലാ ഭുക്തിയും കൊടുക്കുന്ന ചിന്താമണി രത്നമാണ് അമ്മ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ അമ്മയെ കാണിച്ചു തരുന്നത് ആരാ? ഗുരുരൂപിണിയായിട്ട്, ഗുരുവായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന സാക്ഷാൽ ഭഗവതി തന്നെയാണ്. അപ്പൊ ആ ദുഃഖ സുഖങ്ങളാകുന്ന ജന്മജലധിയിൽ മുഴുകി കഴിയുന്നവർക്ക് അതിൽ നിന്ന് ഉയരാൻ ദേവി എന്ന് പറയുന്നത്, അതായത് ദേവി തന്നെ വരണം. ഇതൊരു പുരാണ കഥയായിട്ട് നമുക്ക് എടുക്കാം. കാരണം ഇതില് ഈ ഒരു വരാഹത്തിന്റെ കഥ പറയുമ്പോൾ പുരാണവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. ഹിരണ്യാക്ഷൻ മഹാപ്രളയകാലത്ത് ഭൂമിയെ തട്ടിക്കൊണ്ടുപോയി വെള്ളത്തില് ആ ഒരു എന്താ കര താണുപോയി. ഭൂമി ദേവവധുവായിട്ടാണ് സങ്കല്പം. അവര് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. ഭൂമി വിഷ്ണു പത്നിയാണ്. ഭഗവാൻ നല്ല തേറ്റയുള്ള കാട്ടുപന്നിയായിട്ട്, അതായത് സൂകരമായിട്ട് വരാഹ അവതാരം ചെയ്തു. വരാഹം വെള്ളത്തിൽ ആണ്ടുപോയ ഭൂമിയെ തേറ്റയില് ഉയർത്തിക്കൊണ്ടുവന്നു അല്ലെ? ഈ അർത്ഥത്തില് ഭഗവാനെ നമ്മൾ ഗോവിന്ദൻ എന്ന് എടുക്കണം. കാരണം ഗോ ശബ്ദത്തിന് ഭൂമി എന്ന് അർത്ഥമുണ്ട്. ഭൂമിയെ രക്ഷിച്ചവൻ മുരാരി, മുരരിപു. മുരൻ എന്ന് പറയുന്ന അസുരന്റെ ശത്രു. അപ്പം ആ ഒരു മഹാദംഷ്ട്രി വരാഹമൂർത്തിയെ ഭൂമിയിൽ ഉയർത്തിക്കൊണ്ടു വന്ന ആ ഒരു ജന്മം, മരണം മാറി മാറി വരുന്നു. ഈ ഒരു ദുഃഖങ്ങൾ, അതായത് ദുഃഖമയായിട്ട്, അതായത് ഈ ഒരു എന്താ പറയാ, ഈ സംസാര സാഗരത്തില് നമ്മൾ ആണ്ട് കിടക്കുന്ന ജീവന്മാരെ ഉയർത്തിയെടുക്കുന്ന ശക്തിയാണ് മഹാദേവി. അപ്പൊ ഭൂമിയിൽ ആണ്ട് കിടക്കുന്ന കിഴങ്ങുകളെ തോണ്ടിയെടുക്കും. വരാഹം എന്താ ചെയ്യുന്നത്? എത്ര ആഴത്തിൽ കിടക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളെയും തന്റെ തേറ്റ കൊണ്ട് തോണ്ടിയെടുക്കണം അല്ലെ? കാട്ടുപന്നി, ആ കാട്ടുപന്നിക്ക് വലിയ ശക്തിയുള്ള തേറ്റകളാ ഉള്ളത്. വൈൽഡ് ബോർ എന്ന് പറയും. ഒരു സാധകന്റെ ഷഡാധാരങ്ങളിലെ മൂലാധാര ചക്രത്തെ നമ്മൾ മൂലകന്ധം എന്നാ പറയുന്നത്, അഥവാ കിഴങ്ങ് എന്നർത്ഥം. അപ്പൊ താഴെയുള്ള മൂലകന്ധത്തിലാണ് കുണ്ടലിനി ശക്തി. ആ ശക്തിയെ ആ ഒരു 3.5 ചുറ്റായിട്ട് കിടക്കുന്നത്. ആ ചുറ്റി കിടന്ന് ഉറങ്ങുകയാണത്. ആ മൂലകന്ധത്തെ തേറ്റ കൊണ്ട് തോണ്ടി ഉണർത്തി സ്വാധിഷ്ഠാനത്തിൽ എത്തിക്കുന്നു. ഉപാസനയുടെ ചൂട് തട്ടുമ്പോ ആദിവരാഹം ഒരു സാധകന്റെ മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനിയായിട്ട്, അതായത് ആ ഒരു എങ്ങനെയാണോ ഒരു കിഴങ്ങ് എന്ന പോലെ തേറ്റ കൊണ്ട് തട്ടി 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 മേളിലേക്ക് കൊണ്ടുവരണു. ഇത് ഉപാസകർ ഇത് മനസ്സിലാക്കേണ്ട ഒരു രഹസ്യമാണ്. കാരണം ശരീരം എന്ന് പറയുന്നത് മൃണ്മയമാണ് അല്ലെ? മൃണ്മയം എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ട്, ഭൂമി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിൽ പൂർണ്ണ ജ്ഞാനത്തിന്റെ ഒരു കനി അത് മൂലാധാരത്തിലുണ്ട്. ആ കനിയാകുന്ന പൂർണ്ണ ജ്ഞാനത്തെ ഏതൊരു ദേവതാശക്തിയാണോ, ഏതൊരു മന്ത്രശക്തിയാണോ വരാഹം കണക്കെ തേറ്റ കൊണ്ട് തോണ്ടി തോണ്ടി അതിനെ വെറുതെ തോണ്ടുകയല്ല, ആ ഒരു എന്താ പറയാ, ജപിച്ച് യമ നിയമങ്ങൾ പാലിച്ച് ഗുരുവാക്യം അനുസരിച്ച് ഉപാസിച്ചാൽ മാത്രമേ ആ ബോധശക്തി ഉണരുള്ളൂ. അതിനെ ഉണർത്തി ആ സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധിയിൽ ചെന്ന് പക്വപ്പെടുത്തി ആജ്ഞയിലേക്ക് എത്തിക്കുന്നത്. ആ അതുവരെയുള്ള ഏത് മന്ത്രം ജപിച്ചാലും ദേവതാ സാന്നിധ്യം ആ ആജ്ഞാചക്രം കഴിഞ്ഞ് എന്താ പറയാ,
കഴിഞ്ഞിരിക്കുന്ന ഗുരുവിന്റെ അനുഗ്രഹമില്ലാതെ മുകളിലേക്ക് പോവില്ല. ആജ്ഞാചക്രം വരെ മാത്രമേ നമുക്ക് ഈ ശരീരത്തില് നമ്മുടെ സ്വപ്രയത്നം കൊണ്ട് എത്തിക്കാൻ സാധിക്കുന്നു. വാരാഹി ശക്തി അത് തന്നെയാണ്. സദ്ഗുരുവിന് മാത്രമേ ശിഷ്യനെ ആജ്ഞയ്ക്കപ്പുറം സഹസ്രാരത്തില് ശിവശക്തി ഐക്യം പ്രാപിക്കാനായിട്ട് എത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ശ്രീവിദ്യ ഉപാസനയിൽ ഗുരുവിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കാരണം ഉച്ചിയില് സഹസ്രാരത്തിലാണ് ഗുരു, ഋഷി, ഗുരുമണ്ഡലം എല്ലാം തന്നെ ധ്യാനിക്കുന്നത് എവിടെയാ? നമ്മുടെ സഹസ്രാര പത്മത്തിലാണ്. ഗുരുപാദകം ഉച്ചിയിലാണ് ധ്യാനിക്കുന്നത്. കാരണം ദേവതാ സ്വാധീനം ആജ്ഞാചക്രം വരെ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ അറിയേണ്ടുന്ന ഒരു രഹസ്യമാണ്. അതിനുശേഷം എല്ലാം പരമശിവന്റെ, അതായത് സദാശിവന്റെ ദക്ഷിണാമൂർത്തി സ്വരൂപിണിയായിരിക്കുന്ന ശക്തിയുടെ അനുഗ്രഹമാണ്. അപ്പൊ അവിടെ ഗുരുവിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധ്യമുള്ളൂ. വരാഹം തോണ്ടാൻ തുടങ്ങുമ്പോൾ തന്നെ പല മാറ്റങ്ങളും നമ്മുടെ ഉള്ളിൽ സംഭവിക്കും. വേദനകൾ അനുഭവിക്കും. രക്തം, സപ്തധാതുക്കൾ ശുദ്ധമാകാൻ തുടങ്ങും. ആ ഒരു ഭൂതശുദ്ധി വരും. ശരീരത്തെ പല രീതിയിലും മാറ്റിമറിക്കും. നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളെല്ലാം വരും. നല്ല ക്ലേശമുള്ളത് കൊണ്ട് ഗുരുവിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. ഗുരുവിനോട് തന്നെ വിരോധമുണ്ടാകും. എല്ലാത്തിനും ഒരു റിസ്ക് എലിമെന്റ് ഉണ്ടെന്ന് അർത്ഥം. ഇത് ഗുരു നിർദ്ദേശത്തോട് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. വലുതായ പ്രപഞ്ച ശക്തിയെ ചെറിയ ശരീരത്തില്, അതായത് ഉണർത്തിയെടുക്കലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ചെറിയ അക്വേറിയത്തിൽ വലിയ ഒരു തിമിംഗലത്തിനെ വളർത്താൻ സാധിക്കുമോ? ചിന്തിച്ചു നോക്കുക. കാരണം നമ്മുടെ ശരീരം വളരെ ചെറുതാണ് അല്ലേ? ആ ചെറിയ മീനുകൾ കളിക്കുന്ന ആ ഒരു അക്വേറിയത്തിൽ തിമിംഗലത്തിനെ ഒരിക്കലും വളർത്താൻ സാധ്യമല്ല. അപ്പൊ ചെറിയ മീനായി കളിക്കുന്ന കുണ്ടലിനി ശക്തി തപസ്സിന്റെ ചൂട് തട്ടുമ്പോ എന്തായി? വലിയ തിമിംഗലമായിട്ട് മാറുകയാണ്. അപ്പൊ അക്വേറിയം പൊട്ടിപ്പോവും അല്ലേ? അപ്പൊ കുണ്ടലിനി അവിടെ അനങ്ങാതെ കിടന്നിട്ട് പോലും നമുക്ക് സാധാരണ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഉണർന്നാല് ആ ഒരു ഊർജ പ്രസരണ ശക്തി മനസ്സിലാക്കിയിട്ട് വേണം കുണ്ടലിനി യോഗമാർഗത്തിൽ നമ്മൾ പ്രവേശിക്കാൻ. അതുകൊണ്ടാണ് നമുക്ക് ഗുരുപരമ്പര നിയന്ത്രണത്തിനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത്. എന്നും ഗുരുമണ്ഡല ധ്യാനം ചെയ്യുന്നത്, ഗുരുപരമ്പരയെ സ്മരിക്കുന്ന എന്താ? ഈ ശക്തിയെ കൺട്രോൾ ചെയ്യുന്നത് ഗുരുവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ റേസിംഗ് അലോങ് റേസേഴ്സ് എഡ്ജ് എന്ന് പറയും. കാരണം പൂർണ്ണ ജ്ഞാനികൾക്ക് തലയോട്ടിയിലെ ഒരു ത്രികോണ മാതൃകയിൽ തലയോട്ടി കാണില്ല. കാരണം ഒരു പൂർണ്ണ ജ്ഞാനി എന്ന് പറഞ്ഞ ആളുടെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാല് അവിടെ ഒരു ഉച്ചിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ത്രികോണത്തില് ഒരു എന്താ പറയാ ഒരു ഓട്ട പോലെ നമുക്ക് കാണാം. ഇപ്പൊ കുഞ്ഞുങ്ങള് പൂർണ്ണ ഈശ്വര ശക്തി ആയതുകൊണ്ട് തന്നെയാണ് അവർ ജനിക്കുമ്പോൾ ഉച്ചിയിലെ ഒരു ദ്വാരം ഉണ്ടാകുന്നത്. പിന്നീട് അത് അടയും. അപ്പൊ പൂർണ്ണ ജ്ഞാനത്തിലെത്തിയ ഒരു പരമഹംസ യോഗിക്ക് കുണ്ടലിനി സദാ ശിവശക്തി ഐക്യരൂപത്തില് തന്റെ ശിരസിൽ, അതായത് സഹസ്രാര പത്മത്തിൽ ഇരിക്കുന്നതായിട്ട് അനുഭവവേദ്യമാകും. ഇതൊരു അനുഭവമാണ്. അപ്പൊ ജന്മജലധിയിൽ വീണ് കിടക്കുന്ന ജീവന്മാരെ എങ്ങനെയാണോ വരാഹമൂർത്തി ഉയർത്തുന്നത്, അതുപോലെ ആ ഹിരണ്യാക്ഷൻ ആ ഒരു താഴ്ത്തിയ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ ആ വരാഹമൂർത്തിയും അമ്മ തന്നെയാണ്. ഈ ശരീരത്തിലിരിക്കുന്ന എല്ലാ ദേവത 30 മുക്കോടി ദേവകളും അമ്മ തന്നെയാണ്. അമ്മയുടെ പല രൂപങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ നമ്മളെ നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന്, ക്ലേശങ്ങളിൽ നിന്ന്, സംസാരത്തിൽ നിന്ന് രക്ഷിച്ച് ഉയർത്തുന്ന ശക്തി ഈ പരാശക്തി തന്നെയാണ്. അപ്പോ നമുക്ക് ഈ ഒരു എന്താ പറയാ വളരെയധികം അർത്ഥവ്യാപ്തിയുള്ള, ഇത് നിരന്തരം ജപിച്ചു കഴിഞ്ഞാൽ അവിദ്യയാകുന്ന അജ്ഞാനം മാറുന്ന, വളരെയധികം തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന, അനേക ബീജങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഈ മൂന്നാമത്തെ ശ്ലോകം തീർച്ചയായിട്ടും ഉപാസകന് മാത്രമല്ല ഇത് ജപിക്കുന്ന എല്ലാവർക്കും ഒരു വഴികാട്ടിയായിട്ട് തീരട്ടെ. ഇതെല്ലാം നമുക്കും അവിദ്യയാകുന്ന ആ ഒരു അന്തസ്തിമിരം, നമ്മുടെ അജ്ഞാനമാകുന്ന ഇരുട്ട് മാറി ആ ഒരു വെളിച്ചമാകുന്ന വിദ്യയാകുന്ന ആ മഹാശക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ശ്ലോകം ഇവിടെ നിർത്താം. ഇനിയും നമ്മൾ സൗന്ദര്യ ലഹരിയിലെ പല ശ്ലോകങ്ങളും കാണേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് വരും സമയത്ത് ചെയ്യാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.